ഏട്ടായി പറഞ്ഞോ, എന്തിയ വേണ്ടേ? ഈ ഇടം വീട് എവിടെയാ? അതല്ലടാ നമ്മ കണ്ട വീട്. മിണ്ടാതിരിയടാ, ഞാനൊന്ന് ചോദിക്കട്ട്. ആ നേരെ കാണുന്ന വീട് തന്നെ. പരിപാടിക്ക് വന്നിരിക്കും അല്ലേ? എല്ലാരും ഇവിടെ തന്നെയാ ചോദിക്കല്. എന്ത് പരിപാടിനെ പറ്റി പറയുന്നേ? ആ അതേട്ടാ, അപ്പൊ ഈ പരിപാടി കുറച്ച് ദിവസം കാണുമായിരിക്കും അല്ലേ? കുറച്ച് ദിവസോ? ഇതിപ്പോ ഒരു മാസമായി തുടങ്ങിയിട്ട്. അടുത്ത കൊച്ചുമോള് കല്യാണം ഉറപ്പിക്കലാണെങ്കിലും പരിപാടി കണ്ടാത്തൊന്നും കല്യാണം തന്നെയാണ്. ഓ ഓ, അങ്ങനെ പറ. താങ്ക്സ് ഏട്ടാ. ഈശോയെ, ഇപ്പോഴും ഒരാശ്വാസമായി. ഇതെന്താ ജനല തുറന്നു കിടക്കണേ? വലിയ വീടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനലൊന്നും പൂട്ടിക്കൂടാ. നമ്മളെപ്പോലില്ല കള്ളന്മാര് വന്ന ഇതൊക്കെ തന്നെയല്ലേ ഒരു പ്രേരണം. ഇതെന്താ ഇപ്പൊ ഒരു ഒച്ചയെല്ലാം ഇതിൻ്റെ ഉള്ളിന്നാ? और कुछ ना जानू मैं बस इतना ही जानू तुझ में रब दिखता है यारा मैं क्या करूं യാരിടാ ഇവള്? അവളൊഴകാണ്. തമിഴ് വേണ്ട. എന്നാലും ആരാ ഇത്? ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നു? കണ്ടുപിടിക്കണം. ആ അതേ കിടക്കണേ. ഇവൻ എന്താ ഒളിഞ്ഞു നോക്കുന്നു? നിന്റെയൊക്കെ കോയിത്തിരി നിർത്താനായില്ലേടേ. മാത്യു വാടാ. ആ ആ വരുന്നു. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ അല്ല ബോസ്, അമ്മച്ചി എനിക്ക് ചോറ് തന്നു വിട്ടെ. അത് നമുക്ക് പോന്ന വഴിക്ക് പൈക്കുമ്പോ കഴിക്കാട്ടാ. ബോസ് ബസ് വന്നു. അക്കു, ഇനി എന്താ പ്ലാൻ? നമുക്ക് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേഗം പിടിക്കത്തില്ലേ? രാത്രി വന്ന് എടുത്താ പോരെ? അതെങ്ങനെയാ പറ്റാ? ഇത്രയും വലിയ വീട്ടിൽ ഏടാന്ന് വെച്ചിട്ട് തപ്പാനാന്ന്. ഇപ്പൊ രാവിലെ കയറി പറ്റെങ്കിലേ ഏതാ സ്ഥലം കിട്ടത്തുള്ളൂ. അതും ഒരു ഇതാണ്. അപ്പൊ നമ്മ എങ്ങനെ കയറാനാ? ആ ഏട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരു മാസത്തോളായി ഇവിടുത്തെ പരിപാടി തുടങ്ങിയിട്ട്. ഇതാണ് പറ്റിയ ടൈം. ഇവിടുത്തെ പെണ്ണിന്റെ കല്യാണാലോചന അങ്ങനെ എന്തൊക്കെയോ ആണ്. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവിടെ അധികം ചുറ്റിക്കളിക്കുന്ന അത്ര സേഫ് അല്ല. കല്യാണോ? കർത്താവേ പെട്ട. നമുക്കെന്തായാലും അകത്തേക്ക് കയറാവാ. ദേ പോണ്. മാത്യു ഒന്നവിടെ നിക്ക്. നീ ഇത് എങ്ങോട്ട് ഇടിച്ച് കയറി പോന്നു? ഇവന്മാര് ഇങ്ങോട്ടായിരിക്കും പോയത്. ബോസ് വഴിയിൽ കാണുന്ന ആളോട് ചോദിച്ചപ്പാട് ഇവിടെ വരെ എത്തിന്നല്ലേ പറഞ്ഞത്. കണ്ടുപിടിക്കണം എനിക്ക് ജുനുവിനെ, എന്റെ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട്. അതിന് ബോസ് അവര് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടില്ല. പിന്നെന്ത് കോക്കനട്ടിനാണെന്ന് അമ്മ ഇങ്ങോട്ട് വന്നത്? എന്നാ നിനക്കൊരു വാക്ക് പറഞ്ഞൂടെ? അതിന് എന്നോട് പെങ്ങളുണ്ടോന്ന് ചോദിച്ചില്ലല്ലോ ബോസ്. മോനെ ഫിലിക്സേ, നല്ലവനായ ഉണ്ണി, നിന്നെല്ലാം ഉണ്ടല്ലോ. സോറി ബോസ്, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അയ്യേട്ടാ, ഇവിടെ അല്ല പരിപാടി ഉണ്ടോ? പള്ളിയെല്ലാം നിന്ന് കത്തണം. അത് പള്ളിയല്ല ബോസ്, വീടാണ്. വീടാ? ഞാൻ വഴിയുമല്ലതും അറിയോ? ഞാൻ ആ കടക്കാരനോട് ചോദിച്ചിട്ട് വരാം. ഇവിടെ ചുറ്റും ആൾക്കാരാ. ഇത് വീട്ടുകാർ പുറത്തേക്ക് വരുന്നുണ്ട്. വരൂട്ടോ, ഇരിക്കൂ. അല്ല, നിങ്ങൾ ആരാ മക്കളെ? ആ ഞങ്ങള് ഏട്ടാ, ഒന്നിങ്ങ് വന്നേ. ഇവന്മാരെ കൊണ്ട് ഒരു പണി പറഞ്ഞ അതേപോലെ ചെയ്യത്തില്ല. എത്ര നേരമായി ഫോട്ടോഗ്രാഫറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താടി? കർത്താവേ, നിങ്ങൾ കാത്ത്. അത് കുറച്ച് ലേറ്റായിപ്പോയി. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിപ്പോയി. ഇവൻ ഇത് എന്തോന്നൊക്കെയാടാ പറയുന്നേ? ഓ നിങ്ങളായിരുന്നോ അത്? ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് റേഞ്ച് കിട്ടിയില്ല. ആ അത് ശരിയാ, ഇത് ഉള്ളിലോട്ടുള്ള പ്രദേശമായോണ്ട് റേഞ്ചിന് കുഴപ്പമുണ്ട്. പക്ഷേ 4 ആള് വരുന്നാണല്ലോ പറഞ്ഞത്. ആ വരും, പുറകെ വരും. ഞങ്ങൾക്ക് ബസ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് വേഗം വന്നതാ. ഓ എന്നാൽ എവിടെയോ. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ പേര്? ഞാൻ ജിത്തു, ഇവൻ കാർത്തി, അവൻ കീർത്തൻ. നിങ്ങൾ എന്താ മനുഷ്യ ഇന്റർവ്യൂ ചെയ്യാണോ? വാ മക്കളെ, വല്ലതും കഴിക്കാലോ. അങ്ങനത്തെ നല്ല കാര്യം വല്ലതും പറ. ആന്റി, ഈ സാധനങ്ങളൊക്കെ? അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ 2ാമത്തെ നിലയിലത്തെ ഇടത് ഭാഗത്ത് ഒരു മുറിയുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് താലോട്ട് വന്നു. ബോസ്, അവന്മാര് ഇതോ ആ കാണുന്ന ഇടം വീട്ടിലോട്ടാ പോയേക്കണേ. ഓ ഷിറ്റ്, ഇതാരുടെ വീടാ? ഈ വീടും അവന്മാരും തമ്മിൽ എന്താ ബന്ധം? ആ വീട്ടില് ഗ്രാൻഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവന്മാരുടെ കയ്യിൽ നിന്ന് എന്റെ പെങ്ങളും കൊണ്ടേ ഞാൻ പോവത്തുള്ളൂ. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോണ് ആ വീട്ടിലേക്ക്. യെസ് ബോസ്.